ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹൃദയസ്പർശിയായ ഈ രാത്രി പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും, രോഗങ്ങളും, ഉത്കണ്ഠകളും, കടഭാരങ്ങളെക്കുറിച്ചുള്ള വേദന എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവവചനത്തോടൊപ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെയും ഭവനത്തെയും നമ്മുടെ ചുറ്റുവട്ടം മുഴുവനും നിറയ്ക്കും. ഇന്നത്തെ രാത്രി ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്രമിച്ച് നാളെ പുതിയ പ്രത്യാശയോടെ എഴുന്നേൽക്കാൻ ഈ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ സമർപ്പിച്ച്, നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച്, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, എൻ്റെ ഉത്കണ്ഠകളും വേദനകളും എൻ്റെ കർത്താവ് അറിയുന്നു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തമായിരുന്നാൽ മതി എന്ന വിശ്വാസത്തോടെ, ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഒത്തിരി കരുതുന്നുണ്ട്. നാം എത്രയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളെ കണ്ടില്ല എന്ന് വിചാരിച്ച് കർത്താവിൽ നിന്ന് അകന്നു പോയാലും കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്. നിന്നെ തേടി വന്ന് സ്നേഹമാണ് ഈശോ. അതിനാൽ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് കടന്നുപോയാലും നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ പിന്നാലെ വന്ന് അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു. ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ ഇഴുകിച്ചേർന്ന് സമാധാനവും സന്തോഷവും കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യവും അനുഭവിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഉറങ്ങാൻ മുൻപ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ശക്തിയും സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകി ഇന്ന് നല്ല ഒരു ഉറക്കം നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹനിധിയായ സമാധാനപൂർണനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ വിശുദ്ധ സന്നിധിയിലേക്ക് എൻ്റെ ഈ പ്രിയപ്പെട്ട, എന്നെ കേൾക്കുന്ന, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന, നേരത്തെ മുതലേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരത്തിൻ കീഴിൽ സമർപ്പിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൽ ചേർന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും, ഈ പ്രാർത്ഥന ദിവസവും രാവിലെയും രാത്രിയിലും കേൾക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവർക്കും ദൈവമഹത്വത്തിനു വേണ്ടി അയച്ചു കൊടുക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ഓരോരുത്തരെയും, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, യുവതി യുവാക്കളെ, വയോവൃദ്ധരെ, കുഞ്ഞുമക്കളെ, ദമ്പതിമാരെ എല്ലാം കർത്താവെ അങ്ങയുടെ കരത്തിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ എല്ലാ കുറവുകളും ബലഹീനതകളും പാപങ്ങളും അങ്ങയുടെ കരുണയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, എൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷമങ്ങളും അങ്ങയുടെ കാൽക്കൽ ഞാൻ വെച്ചിരിക്കുന്നു. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, കണ്ണീർ നിറഞ്ഞ നിമിഷങ്ങൾ, ഒറ്റപ്പെടേണ്ടി വന്ന അവസ്ഥ, അവഗണിക്കപ്പെട്ട അവസ്ഥ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ, ആരും എന്നെ മനസ്സിലാക്കാത്ത അവസ്ഥ, വിമർശനങ്ങളുടെ നടുവിലുള്ള എൻ്റെ ജീവിതം, ശത്രുഭയത്തിൽ കഴിയുന്ന എൻ്റെ ജീവിതം, എല്ലാം തകർന്നുപോയ എൻ്റെ അവസ്ഥ,
സാമ്പത്തിക ദുരിതത്തിലായിരിക്കുന്ന എൻ്റെ അവസ്ഥ, ശരീരമാകെ രോഗപീഠകളാൽ വേദനിക്കുന്ന എൻ്റെ അവസ്ഥ, ഈ അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് അങ്ങയുടെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. കർത്താവെ, കടഭാരത്താൽ തളർന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം നീ ഓർക്കണമേ. കടത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചു കളയുവാൻ വഴികൾ തുറന്നുകൊടുത്ത് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോലിയും വരുമാനമാർഗവും അനുഗ്രഹിക്കപ്പെടുവാൻ സാമ്പത്തിക ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം നിന്റെ കാരുണ്യം ചൊരിയണമേ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന വാഗ്ദാനം ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് സാക്ഷാത്കരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, രോഗങ്ങളാൽ വേദനിക്കുന്നവരെ അങ്ങയുടെ സൗഖ്യ സ്പർശനത്താൽ നീ സുഖപ്പെടുത്തണമേ. എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ അലട്ടുന്ന അവരുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും വേദനകളും അലർജികളും ദീർഘകാലമായി അസ്വസ്ഥപ്പെടുന്ന അസുഖങ്ങളും മനസ്സിൻ്റെ മുറിവുകളും ഹൃദയത്തിൻ്റെ ഭയവും അങ്ങയുടെ തിരുമുറിവുകളാൽ ഈ സമയം സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഈ മക്കളുടെ ഓരോ വ്യഥകളും ഞാൻ സമർപ്പിക്കുന്നു. ഓരോ രോഗവും സമർപ്പിക്കുന്നു. ഓരോ ബലഹീനതയും സമർപ്പിക്കുന്നു. രോഗത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട പ്രത്യാശ അങ്ങ് വീണ്ടും തിരികെ നൽകണമേ. ഈ രാത്രി ഞങ്ങളുടെ വീടിന്മേൽ, ഭവനത്തിന്മേൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കർത്താവേ അങ്ങയുടെ സംരക്ഷണം നൽകണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, ദുരാത്മാക്കളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, ഭയത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ അബോധ മനസ്സിൽ നിന്ന് വരുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ ഓർമ്മകളെയും, ഉപബോധ മനസ്സിൽ തറച്ചിരിക്കുന്ന ഭയപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളെയും ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി ദൂരീകരിക്കണമേ. മരണത്തെക്കുറിച്ചുള്ള ഭയം നീക്കണമേ. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഭയം നീക്കണമേ. കടഭാരങ്ങളെക്കുറിച്ച്, കുടുംബത്തിലുള്ള അസ്വസ്ഥതകളെക്കുറിച്ചുള്ള ഭയം മാറ്റണമേ. ഞങ്ങളുടെ ചില നിലപാടുകളെക്കുറിച്ച്, ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ കാരണത്താലുള്ള ഭയം മാറ്റിക്കളയണമേ. ചില പാപത്തിൻ്റെ അടിമത്തത്തിൽ, ചില ബന്ധനങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവരുടെ ഭയം നീ ഈ രാത്രിയിൽ എടുത്തു മാറ്റണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ ദൂതന്മാർ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഇന്ന് പാളയമടിക്കട്ടെ. കർത്താവേ, ഉറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ആഴത്തിലുള്ള ശാന്തമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. അർദ്ധരാത്രിയിലെ ഉത്കണ്ഠകളും കണ്ണുനീരും, ആരുമറിയാതെ കരയുന്ന ഇവരുടെ കണ്ണുനീർ അങ്ങയുടെ സമാധാനത്താൽ ഇന്ന് മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെക്കുറിച്ചുള്ള ഭയം ഇന്ന് തന്നെ അങ്ങയുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ആരോഗ്യവും ഐക്യതയും സ്നേഹവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. പിരിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കണമേ. തകർന്ന ഹൃദയങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. മുറിവേറ്റ ഹൃദയങ്ങളെ നീ സുഖപ്പെടുത്തണമേ. ഈ രാത്രി ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുകയും നാളെ പുതിയ പ്രത്യാശയോടും പുതിയ ശക്തിയോടും പുതിയ ഉന്മേഷത്തോടും പുതിയ അനുഗ്രഹങ്ങളോടും കൂടി ഉണർന്ന് എഴുന്നേൽക്കുന്നതിനും അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ മകനെയും മകളെയും ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് സഹായിക്കണമേ. നീയല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല. നിന്നെപ്പോലെ വിശ്വസ്തൻ മറ്റ് എങ്ങും ഇല്ല. കർത്താവേ, മനുഷ്യരാരും വിശ്വസ്തരല്ല, മനുഷ്യരാരും നല്ലവരില്ല എന്ന് നീ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ദൈവമല്ലാതെ നല്ലവൻ മറ്റൊരുവനില്ല.
ദൈവമല്ലാതെ വിശ്വസ്തൻ ഒരു മനുഷ്യ വ്യക്തി പോലും ഇല്ല. അതിനാൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ, ഞങ്ങളെ സഹായിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ, ഏത് ഭാരപ്പെടുത്തുന്ന പ്രയാസങ്ങളിലും കൂടെ നിന്ന് സഹായിക്കാൻ കഴിവുള്ള ദൈവമേ, നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയ മുറിവുകളെ, ഹൃദയത്തിൻ്റെ വേദനകളെ, അസ്വസ്ഥതകളെ ഈ സമയം നീ സുഖപ്പെടുത്തണമേ. അവിടുത്തെ തിരുവചനത്തിൻ്റെ ശക്തിയാലെ ഈ മക്കളിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനം പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്നരുളി ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ ഹൃദയം മുറിഞ്ഞിരിക്കുന്ന, മനസ്സ് നൊമ്പരപ്പെട്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സുഖപ്പെടുത്തണമേ. അവരുടെ മനപ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അകറ്റി ഈ രാത്രിയിൽ അവിടുത്തെ ശക്തമായ സാന്നിധ്യം അവർക്ക് നൽകി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമായ നിന്നിൽ വസിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭവനം മുഴുവനും നിന്റെ സമാധാനവും സ്നേഹവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരും സന്തോഷത്തിന് ഇടവരുത്തണമേ. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും ക്ഷമിക്കുന്ന നാഥ, ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഉത്കണ്ഠകളെയും ഭാരങ്ങളെയും അസ്വസ്ഥതകളെയും ആകാംക്ഷകളെയും ഈ രാത്രിയിൽ പൂർണ്ണമായി എടുത്തു മാറ്റി സ്വസ്ഥമായി, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ ഭയപ്പെടണം, ഞാൻ ആരെയും ഭയപ്പെടില്ല, എന്തെന്നാൽ എൻ്റെ കർത്താവാണ് എൻ്റെ ബലം, എൻ്റെ കർത്താവാണ് എൻ്റെ സന്തോഷം, എൻ്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കും, എന്നാൽ അവിടുന്ന് ഒരിക്കലും ഞാൻ ലജ്ജിക്കുവാൻ അനുവദിക്കുകയില്ല. കർത്താവേ, ഇന്നോളം ഞാൻ ചെയ്തുപോയ പാപങ്ങൾക്ക് മാപ്പും എനിക്കെതിരെ പാപം ചെയ്തവർക്ക് കരുണയും നൽകി ക്ഷമയും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് തന്നെ ഈ രാത്രിയിൽ ക്ഷമിക്കുന്നതിനുള്ള കൃപ നൽകണമേ. കർത്താവേ, എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാനും സ്നേഹിക്കുവാനും പരസ്പരം ആത്മീയമായി ഈ രാത്രിയിൽ തന്നെ പരസ്പരം രമ്യതപ്പെടുന്നതിനും അവിടുന്ന് അവസരം നൽകി. ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപേ ഉറങ്ങാൻ കിടക്കുന്ന ഉറക്കക്കിടക്കയിൽ തന്നെ എല്ലാവരോടും ആത്മീയമായി രമ്യതപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് സാധിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ടരുളണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഹൃദയ മുറിവുകളെയും സുഖപ്പെടുത്തി, എല്ലാ അസ്വസ്ഥതകളും ആകാംക്ഷകളും ഉത്കണ്ഠകളും അകറ്റി, നിരാശ അകറ്റി, ഭയം മാറ്റി, സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കിടന്നുറങ്ങാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ നാം ആയിരിക്കട്ടെ. എല്ലാ വേദനകളും ഭാരങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു. കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുളി ചെയ്ത നാഥ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം നൽകി ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ഹൃദയത്തെ ധൈര്യപ്പെടുത്തണമേ, ശരീരത്തിന് ആവശ്യമായ സൗഖ്യവും വിശ്രമവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തിലായിരിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.